പരീക്ഷയും കഴിഞ്ഞ് സ്കൂള് കൊടുത്ത് പിന്നെ ഇങ്ങനെ എന്തോ ഇനി ട്യൂഷൻ വെച്ചേക്കുക. നമ്മുടെ ചോട്ടാവ്യാങ്ങളൊക്കെ എന്താ അവർക്കും ഉണ്ടോ? കുട്ടിക്കാരങ്ങെല്ലാം നോണ്ടായിരിക്കുന്നു. ഈ കൊച്ചു പിള്ളേർക്കും ട്യൂഷൻ വെച്ചേക്കുന്നു. അങ്ങേറെ കാര്യം കഷ്ടമാ. ടിന്റും ടീമും വാ, നമുക്ക് സ്കൂൾ അടച്ചാലും ട്യൂഷൻ പഠിക്കാം. എത്തിയോ വാനരപ്പട? സാറേ ഞങ്ങൾ ഇവിടെ ഇരിക്കണോ? സാറേ ആനുവൽ എക്സാം ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ് സ്കൂൾ അങ്ങോട്ട് അടച്ചതല്ലേ ഉള്ളൂ. ഇനി 2 മാസം അവധിയില്ലേ? എന്നിട്ട് പോരായോ ക്ലാസ്? എനിക്ക് ചോറും കറിയും വെക്കാനുള്ള ഐശുവിന്റെ കൂടെ. എനിക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ളതാ ആദിത്യൻ ചേട്ടന്റെയും കൂടെയും ആസുഫ് ചേട്ടന്റെ കൂടെയും. അയ്യോ, ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് മതി കളി. KG സെക്ഷൻ കാര്യം മാത്രം മുമ്പോട്ട് വാ. സാറേ ഇന്ന് ട്യൂഷൻ വേണ്ട സാറേ. സാറേ 1 മാസം കൂടി അവധി, എന്നിട്ട് തുടങ്ങാം. സാറേ കൊച്ചുങ്ങള് കളിച്ച് വളരണമെന്നാ. ശരി, നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാം. ഞാനൊരു ചോദ്യം ചോദിക്കും. അതിലാരാണ് ആദ്യം ഉത്തരം പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് മാത്രം 1 മാസത്തെ അവധി. ബാക്കി എല്ലാരും കൃത്യമായിട്ട് ഇങ്ങനെ പോന്നോണം. ഞാൻ പറയും. അതിനിച്ചിരി ബുദ്ധിയൊക്കെ വേണം. അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും. ഞാൻ 1 മാസം കഴിക്കട്ടെ വരും. സാറേ ഒന്ന് ചോദിക്ക്. സാറേ ഇതെന്തോ എലിമിനേഷൻ റൗണ്ടോ? സസ്പെൻസ് വെക്കാതെ ചോദിക്കൂ സാറേ. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ എന്തിനാ അറിയാവോ? കഴിഞ്ഞ തവണ നിങ്ങൾ പഠിക്കുന്നില്ലെന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. എവിടാ സാറേ കംപ്ലൈന്റ് ചെയ്തത്? കംപ്ലൈന്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ. എടാ എന്റെ അടുത്ത് പറഞ്ഞില്ലയോ എന്നോട് ഇപ്പൊ പറഞ്ഞേ? നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറേ സൈഡിൽ ഏത് കടലാ? സാറേ കോവളം ബീച്ചിലെയോ? അല്ല അഴീക്കല സാറേ. കേരളത്തിൽ കടലൊക്കെ ഉണ്ടോ? ഇല്ല, ബീച്ചേ ഉള്ളൂ. ഏതെങ്കിലും കടലാട്ടെ, സാറ് ചോദിച്ചു. ഓ പൊട്ടന്മാര്. അതെ, ഒരു കടല്. ആ കടലിന്റെ നടുക്കൊരു മാവ് നിപ്പുണ്ട്. അവിടെ നിന്ന് മാങ്ങ പറിക്കണം. നിങ്ങൾ എങ്ങനെ പറിക്കും? ഞാൻ തോട്ടിയും കൊണ്ടുപോകും. ഞാനൊരു വെള്ളമൊക്കെ തഴഞ്ഞു പോകും. ഞാൻ കപ്പലിൽ പോയി പറയും. എടാ കപ്പലിലൊന്നും പോകാൻ പറ്റത്തില്ല. ആ മാവ് നിൽക്കുന്നതിന് ചുറ്റുമേ പാറ കൊണ്ട് കെട്ടിയേക്കുക. കപ്പൽ ടൈറ്റാനിക് ആയി പോകും. സാറേ ഞാൻ നീന്തി പോയാലോ? എടാ ആ കടലിൽ നിറച്ച് മുതലയൊക്കെ ഉണ്ട്. നീ അവിടെ കൃത്യമായിട്ട് ചെല്ലുവോ? സാറേ എന്നാ ഞാനേ ഹെലികോപ്റ്ററിൽ പോവാ. പിന്നെ നിന്റെ മാമൻ അവിടെ കൊണ്ട് വെച്ചേക്കുന്നു. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഹെലിപ്പാഡ്. പിന്നെ സാറിന്റെ മാമനാണ് കടലിന്റെ നടുക്ക് കൊണ്ടുപോയ മാവ് നട്ടത്. ഒന്ന് പോ സാറേ അങ്ങോട്ട്. 1 മാസത്തേക്ക് ക്ലാസ് പിരിച്ചുവിട്ടിരിക്കുന്നു. പൊക്കോ.